ഇപ്പം നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പറയുമ്പോൾ എല്ലായിടത്തും ശിവനാണോ? അല്ല, ഓരോയിടത്തും ഓരോ ശിവനാണ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിരാത രൂപത്തിലുള്ള ശിവനായിരിക്കും, കാട്ടാളനായിട്ടുള്ള ശിവൻ. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അങ്ങനെയാണ് സങ്കല്പം. രണ്ടാമത് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അഘോര രൂപത്തിലുള്ള ശിവനായിരിക്കും. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്ത് കുട്ടികളൊക്കെ ആയിട്ട് വൈക്കത്ത് എല്ലാ ഫാമിലി ആയിട്ടിരിക്കുന്ന ശിവനായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിൽ കണക്റ്റഡ് ആവാൻ മനുഷ്യന് എപ്പോഴും പ്രശ്നമാണ്. അവൻ എപ്പോഴും വെറൈറ്റീസ് വേണം. ഒരേ സാധനം തന്നെ എല്ലാ ദിവസവും കഴിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് മടുപ്പാണ് അല്ലേ? ഒരു ദിവസം ചോറാവാം, ഒരു ദിവസം ബിരിയാണി കഴിക്കാം, ഒരു ദിവസം വേറെ എന്തെങ്കിലും കഴിക്കാം. വെറൈറ്റികളാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥലത്ത് പോയിട്ട് എപ്പോഴും ഒന്നിനെ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിരസത മാറ്റാൻ ആചാര്യന്മാർ തന്നെയാണ് ഒരു മൂർത്തിയുടെ പല ഭാവങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ശിവന്റെ പല അമ്പലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പകരം ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അങ്ങനെ മാത്രം കാണാൻ സാധിക്കില്ല. ശിവലിംഗ ബോധം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് അത് കൺസെപ്റ്റ് ചെയ്യുന്നത്. ബ്രഹ്മത്തിന് രൂപമില്ല, മണമില്ല, ഷേപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ലിംഗാകൃതിയിലുള്ള. പിന്നെ ലിംഗം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പ്രൊഡക്ഷന്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് അല്ലെ, ജനനത്തിന്റെയും ജന്മത്തിന്റെയും ഒക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ള ലിംഗം. നമ്മുടെ ഈ ഒരു ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ എന്തെങ്കിലും രൂപം കൂടിയേ തീരും. ഇപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഓടക്കോയിൽ വായിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ട് കൊടുത്ത ഒരു മയിൽപ്പീലി ധരിച്ച ഒരാളെ വരുന്ന ആ രൂപം എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നത് അല്ലേ. രൂപത്തിലൂടെ മാത്രമേ രൂപമില്ലാത്തൊരു വസ്തുവിലേക്കുള്ള സഞ്ചാരം നമുക്ക് സാധിക്കൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തുടക്കത്തിലാണ് വിഗ്രഹാരാധന. അത് കഴിഞ്ഞ് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ വിഗ്രഹത്തിലല്ല, കാണുന്നതിലൊക്കെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കും. ആ ബ്രഹ്മബോധവും ഈ ജനനത്തിന്റെ ഒരു സിംപലൈസ് ചെയ്തിട്ടുമാണ് ലിംഗം ഭഗവാൻ എല്ലായിടത്തും പ്രധാനമായിട്ടും കാണിക്കുന്നത്. കാണുന്നതിലും എല്ലായിടത്തും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. നമ്മൾ പറയുന്നുണ്ട് തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാനുണ്ട്, ദൈവമുണ്ടെന്ന്. അത് ഏത് വിഭാഗത്തെ, ഏത് മതത്തിലാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി അമ്പലത്തിൽ പോയാൽ മാത്രമേ വിശ്വാസി ആവുകയുള്ളൂ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ പറയും നീ വിശ്വാസിയാണെന്ന് പറയുന്നല്ലേ ഉള്ളൂ, അമ്പലത്തിൽ പോയി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയി കണ്ടിട്ടില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ വിശ്വാസികളല്ല, അവർ ക്ഷേത്ര വിശ്വാസികളാണ്, അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏറ്റവും വലിയ വിശ്വാസം ഞാൻ പറഞ്ഞു അവനവനെ വിശ്വസിക്കുന്നതാണെന്നുള്ളത്. ഇപ്പൊ തത്വമസി എന്ന് പറയുന്ന സങ്കല്പമാണെങ്കിലും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സങ്കല്പമാണെന്നുണ്ടെങ്കിലും, ഏതൊരു ഈവൻ ഇന്നലെ ടൈപ്പുകയായിരുന്നു പഴം നീ എന്നാണ്, പഴനി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ തിരിച്ചു പറയുക. അതായത് ജ്ഞാനമാകുന്ന പഴം നീ തന്നെ ആകുന്നതാണ് മുരുകൻ കയറി വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും കണക്ട് ചെയ്യുന്നത് അവസാനം എവിടെയാ? നിങ്ങളിൽ തന്നെയാണ് ഞാൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആത്യന്തികമായിട്ട് നമുക്ക് വിശ്വാസം വേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. നമ്മളിൽ ആ പരമാത്മാവായിട്ടുള്ള ചൈതന്യം ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാർക്ക് എന്തമ്പലം, എന്ത് വിഗ്രഹം, എന്ത് വഴിപാട്. പക്ഷെ നമ്മളൊക്കെ അതിന്റെ ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. ഒറ്റയടിക്ക് പോയിട്ട് PhD പഠിക്കരുത്. ലോവർ ക്ലാസ്സുകളിലൂടെ കയറി പോയിട്ട് അവിടെ എത്തണം. ചില ആൾക്കാരുണ്ട് കേട്ടോ, ഒറ്റയടിക്ക് PhD പഠിക്കുന്ന ആൾക്കാരുണ്ട്, സാധിക്കുന്നതാണ്. അതൊക്കെ അത്രയും നിയോഗമുള്ള, അത്രയധികം ജ്ഞാനമുള്ള ആൾക്കാർക്ക് സാധിക്കും. നമ്മളെ പോലെ സാധാരണ ലൗകിക ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോകണം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ആ നവവിധ ഭക്തിയിൽ കേട്ടും അറിഞ്ഞും സ്തുതിച്ചും കണ്ടും അങ്ങനെയാണ് ആ നിർവികാരമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് നമ്മൾ പോകുന്നത്.